ഈ ഷൂവിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടുള്ള തുന്നലുണ്ടല്ലോ, കാണുന്ന പോലെ അത്ര സുഖമുള്ള പരിപാടിയല്ല കേട്ടോ. ചില സമയത്ത് ഈ മോൾക്ക് എത്താൻ നിൽക്കുമ്പോണ്ട് ഒരു സൂചി പൊട്ടൽ, അതിനേക്കാളും വലിയ ഭ്രാന്ത് വേറൊന്നുമില്ല. നമ്മൾ ഓരോ തവണ പർച്ചേസിങ്ങിന് പോകുമ്പോഴും കസ്റ്റമർ അയച്ചെന്ന ഔട്ട്ഫിറ്റിന് മാച്ചായിട്ട് എന്തെങ്കിലുമൊക്കെ സാധനം കണ്ടുപെടലുണ്ട്. ബട്ട് ഇത്തവണ എന്താണെന്നറിയില്ല, ഒന്നും ഒരു സെറ്റായില്ല. അവസാനം എന്താ ഈ ഒരു ലേസ് എടുത്തിട്ട് ഇങ്ങോട്ട് പോകുന്നത്. പറഞ്ഞു വരുന്നത് ഈ ഔട്ട്ഫിറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. ഡ്രസ്സ് വല്ലാണ്ട് ഹെവി അല്ലാത്തതുകൊണ്ട് ഇതിൽക്ക് സ്യൂട്ട് ആവുന്ന പോലെ സ്നീക്കേഴ്സും കുറച്ച് സിമ്പിളായിട്ട് ചെയ്യാനാണ് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമറുടെ റെഫറൻസ് ആയിട്ട് വല്ല ഔട്ട്ഫിറ്റ് ഷെയർ ആക്കുമ്പോഴേ അതിൽ എന്തെങ്കിലും ഒരു എലമെൻറ്റ് നമ്മൾ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യലുണ്ട്. അതുപോലെ ഈ ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ നോട്ട് ചെയ്ത സംഭവമാണിത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ എങ്ങനെയെങ്കിലും ഷൂവിൽ കൊടുന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. കയ്യിലുള്ള ഈ ഒരു ലേസ് വെച്ചിട്ട് അത് ചെയ്തെടുക്കാനുള്ള തത്രപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. ആദ്യം ഈ ലേസ് കീറി മുറിച്ച് കഷ്ണങ്ങളാക്കുക, എന്നിട്ട് അതിന് ഓരോന്നോരോന്നായിട്ട് യോജിപ്പിക്കുക. അതായിരുന്നു കേട്ടോ എൻ്റെ മാസ്റ്റർ പ്ലാൻ. ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ എൻ്റെ അധികം വെക്കും. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ കൊളാവും. ശരിയായാൽ നല്ലത്, കൊളായ അടുത്ത മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. ഹൗ അങ്ങനെ ഏറെക്കുറെ ഇതിനോട് സിമിലറായ ഒരു സാധനം കിട്ടിയിട്ടുണ്ടല്ലേ. ഇനി നമുക്കത് ഷൂവിൽ ഫിക്സ് ആക്കാം. ഈ ഷൂവിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ടുള്ള തുന്നലുണ്ടല്ലോ, കാണുന്ന പോലെ അത്ര സുഖമുള്ള പരിപാടിയല്ല കേട്ടോ. ചില സമയത്ത് ഈ മോൾക്ക് എത്താൻ നിൽക്കുമ്പോണ്ട് ഒരു സൂചി പൊട്ടൽ, അതിനേക്കാളും വലിയ ഭ്രാന്ത് വേറൊന്നുമില്ല. ആ സാധനം അവിടെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. കൊള്ളാല്ലേ, ഡ്രസ്സിനോട് മാച്ചൊക്കെ ഉണ്ട്. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പൂക്കൾ ഉണ്ടാക്കാം. ഓലെ ഡ്രസ്സിൽ ഇങ്ങനത്തെ പൂക്കളുണ്ടോ ചോദിച്ചാൽ ആ ചെറിയ ഫ്ലോറൽ പ്രിൻ്റൊക്കെ വരുന്നുണ്ട്, അതൊക്കെ മതി. അപ്പോൾ ഏകദേശം നമ്മുടെ പണി ചെയ്യാനായിട്ടുണ്ട്. ഇതാണ് എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പാട്ട്. ആ ലേസ് ഇങ്ങനെ വിളിക്കുന്നത് കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കസ്റ്റമർ നമുക്കൊന്ന് 2 ഫോട്ടോസ് അയച്ചു തന്നേന്ന്, അതും കൂടി കാണിച്ചു തരാം. എങ്ങനെയുണ്ട് നിങ്ങൾ കമൻറ്റിൽ പറ. അപ്പോൾ ശരി.